വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോൺ ചാട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കോൺ ചാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫുൾ കോണാണ്. അപ്പോൾ ഇതൊരു മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ വാങ്ങാനായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ഫ്രോസൺ കോൺ വാങ്ങിക്കുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ മൈക്രോവേവിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഓവൻ ഇല്ലെങ്കിൽ ആവിയിൽ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ വേവിക്കുന്നതിൻ്റെ സമയം കോണിൻ്റെ വലിപ്പം അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ മൈക്രോവേവിലാണെങ്കിൽ ഞാനിപ്പോൾ ഒരു 5 നിന്ന് ഒരു 7 മിനിറ്റ് വരെ എനിക്ക് വേണ്ടി വരും. ഇതിപ്പോൾ കുറച്ച് വലുതായതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് കൂടുതൽ സമയം എനിക്ക് വേണ്ടി വരും. ഫ്രോസൺ കോണാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പുട്ടും കുമ്പം ഉണ്ടല്ലോ, പുട്ടും കുമ്പത്തിലിട്ട് വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ചിരട്ടപ്പുട്ടാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വെന്ത് കിട്ടും. ഒരു 2-3 മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ മൈക്രോവേവിൽ ഹൈ ടെമ്പറേച്ചറിൽ എനിക്കിപ്പോൾ 900 ആണ്. ചില ഓവനിലൊക്കെ 1000 ആയിരിക്കും. അപ്പോൾ ഏതാണെങ്കിലും ഹൈ ടെമ്പറേച്ചറിൽ തന്നെ ഒരു 5 to 7 ഞാനിപ്പോൾ ആദ്യം 5 മിനിറ്റ്സ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വെന്തില്ലെങ്കിൽ പിന്നെ 2 മിനിറ്റ് കൂടെ ഞാൻ വെച്ച് കൊടുക്കും. ഞാനിതിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ നല്ല ചൂടുണ്ടാവും. അപ്പോൾ സൂക്ഷിച്ച് വേണം ഇതിൻ്റെ പുറംഭാഗം മാറ്റിക്കളയാനായിട്ട്. അപ്പോൾ ആവിയിൽ നിങ്ങൾ വേവിക്കുന്നെങ്കിൽ ഇതാദ്യം മാറ്റി കളഞ്ഞിട്ട് വേവിച്ചാൽ മതി. ഇപ്പോൾ ഓവനിലായതുകൊണ്ട് മൈക്രോവേവിലാവുമ്പോൾ അടച്ച് വെച്ച് വേവിക്കണം. അതുകൊണ്ടാണ് ഞാനിത് മാറ്റാതിരുന്നത്. ഞാനിവിടെ ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇങ്ങനെ ഫുൾ കോൺ മേടിക്കുമ്പോൾ ഇതുപോലെ തന്നെ കടിച്ച് തന്നെയായിരിക്കും ഈസി ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ എല്ലാ സ്ഥലത്തുനിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ മേലെ ഒരല്പം ഉപ്പ് കൂടെ, ആവശ്യമുള്ള ഉപ്പ് കൂടെ ഇതിനകത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് ഇത് നമുക്ക് ചെയ്യാം. ഇത് വെറുതെ കടിച്ചു തന്നാൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഫ്രോസൺ കോൺ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് തന്നെ ഇത് വിടിയിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം ചെറുതായിട്ടൊന്നങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ മേളിൽ നിന്ന് തന്നെ താഴട്ട് ഇതുപോലെ അരിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതിങ്ങ് വിട്ടു പോന്നോളും. അപ്പോൾ ഞാനിവിടെ എല്ലാം കോണ് പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് ചാട്ട് ചെയ്യാം. ഞാൻ ആദ്യം ചെയ്യുന്നത് ചീസ് ചില്ലിയാണ്. അപ്പോൾ ഒരു ചെറിയ പേപ്പർ കപ്പിൻ്റെ 1 കപ്പ് കോൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, ഒരല്പം ഉപ്പ് മതി, അധികം വേണ്ട. പിന്നെ കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സ്ലൈസാണ് എടുത്തിരിക്കുന്നത്. ഒരു സ്ലൈസിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യൂബാണെങ്കിലും അതിൻ്റെ ഒരു പകുതി എടുത്താൽ മതി. ഞാനിതൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. കോണിന് ചൂടില്ലാത്തതുകൊണ്ട് തന്നെ ചീസ് മെൽറ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾ ഫ്രോസൺ വാങ്ങിക്കുമ്പോൾ അത് ആവിയിൽ വെച്ച് വേവിച്ച ഉടനെ തന്നെ ഇത് ചെയ്യുക. അപ്പോൾ പിന്നെ രണ്ടാമത് ചൂടാക്കേണ്ട ആവശ്യം വരില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അതുപോലെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ചീസ് ചില്ലി കോൺ ചാട്ട് റെഡി. ഇനി നമുക്ക് മസാല ചാട്ട് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തന്നെയാണ് കോൺ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം ഉപ്പ്, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ ചില്ലി ചാട്ടും റെഡിയായി. അപ്പോൾ ഇത് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലെല്ലാം മസാലകൾ ചേർക്കാം. അതുപോലെ വെറുതെ കഴിക്കാൻ ബട്ടറും ഉപ്പും മാത്രം ഇട്ട് കഴിക്കാനാണ് എല്ലാവർക്കും തന്നെയും ഇഷ്ടം. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.